So hi hello guys, welcome back to new video of ആരിഷേലിൻ ഗെയിമിംഗ്. അപ്പോൾ ഇന്ന് ഞാനും ആരിഷും കൂടെയാണ് CPM കളിക്കാൻ പോകുന്നത്. ഞാൻ പക്ഷേ എൻ്റെ ടാബ് എടുത്തിട്ടില്ലായിരുന്നു. ശരിക്കും പറഞ്ഞാൽ എനിക്ക് സത്യത്തിന് പനിയാണ് ഗേസ്. ഇപ്പം ഇവിടെ മഴയെന്നൊക്കെ പറഞ്ഞ് ചൂടായി ഗേസ്. മഴ എന്ന് പറഞ്ഞു, വെറുതെ മഴ എന്ന് പറഞ്ഞു. എന്നിട്ട് ദേ ഇപ്പോൾ വെയിൽ ഇപ്പോഴും ഉണ്ട് ഗേസ്. നിങ്ങളുടെ അവിടെയൊക്കെ ഇപ്പോഴും വെയിലുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യൂ ഗേസ്. അപ്പോൾ ഗേസ്, ഈ വണ്ടിയുടെ സ്റ്റിക്കർ വർക്ക് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യണം ഗേസ്. പിന്നെ നിങ്ങളാരും കമൻറ്റ് ചെയ്യുന്നില്ല എന്ന് ഞാൻ നന്നായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട്. യൂട്യൂബിൽ എപ്പോൾ വീഡിയോ ഇട്ടാലും നിങ്ങളാരും കമൻറ്റ് ചെയ്യത്തില്ല ഗേസ്. അതുകൊണ്ട് നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്തേ പറ്റൂ ഗേസ്. പ്ലീസ് സപ്പോർട്ട് മീ ഗേസ്. ഇത് CPM എന്ന് പറയുന്ന ഗെയിമാണ്. ഞാൻ ഇത്രയും കാലം വീഡിയോ ചെയ്യാതെയായിരുന്നു കളിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് ഇപ്പോൾ വീഡിയോ ചെയ്തുകൊണ്ട് കളിക്കുന്നുണ്ട്. കുറച്ചൊക്കെ പ്രശ്നങ്ങളൊക്കെ കാണും. കുറച്ചൊക്കെ ഈ ആദ്യമായിട്ട് കളിക്കുന്ന പോലെയൊക്കെ തോന്നും നിങ്ങൾക്ക് കാണുമ്പോൾ മാത്രമേ ഉള്ളൂ ഗൈസ്, അല്ലാതൊന്നുമില്ല. ഇതൊരു ബെൻസാണ് ഗൈസ്, പഴയതാണ് ഗൈസ്. പഴയതെന്ന് പറഞ്ഞാൽ നിങ്ങൾ അത്ര കളിയെ കണ്ട അല്ലേ? ബെൻസാണ് മുതൽ, അത് അത്രയേ ഉള്ളൂ ഗൈസ്. ഇതിനകത്ത് ആരിഷ് ഹാക്സ് എന്നൊക്കെ മണ്ടയിൽ എഴുതിയിട്ടുണ്ട്. ഗൈസ് കാണിച്ചു തരാം ഗൈസ്. ആരിഷ് ഹാക്സ് ഒന്നുമല്ല, ആരിഷ് ഹാക്ക് അങ്ങനെയാണ് ഗൈസ് പേര്. ഇത് നിഞ്ച സ്റ്റൈലിലാണ് ഗൈസ് ഞാൻ ഈ പേരിട്ട് വെച്ചിരിക്കുന്നത്. ഇതിനകത്ത് നിഞ്ച എന്ന് പറഞ്ഞിട്ട് എന്തോ ഒരു ഓപ്ഷൻ കണ്ടു. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കൊടുത്തന്നേ ഉള്ളൂ. അപ്പോൾ ഗൈസ് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഈ കൊടുത്തപ്പോൾ ഇതങ്ങ് ഇഷ്ടപ്പെട്ടു ഗൈസ്. ഇങ്ങനെയൊക്കെ ഓടിച്ച് നോക്കാം ഗൈസ്. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ ഗൈസ്? എനിക്ക് ഇതിൻ്റെ തന്നെ റെഡുണ്ട് ഗൈസ്. ഇത് റെഡും ഉണ്ട് ബ്ലാക്കും ഉണ്ട് ഗൈസ്. ഇവിടെ പതുക്കെ നമ്മൾ വണ്ടി എടുക്കണം. അപ്പോൾ എൻ്റെയൊക്കെ ഭയങ്കര ലോവാണ്. അപ്പോൾ എൻ്റെ ലോവാണ് എത്തിക്ക് പോലും ലോവാട് ചെയ്തിട്ടുണ്ടോ? ഉണ്ട്. ഞാൻ മേടിച്ചിട്ട് നോർമൽ ഫീൽഡാണ്. ഗൈസ് ഒരു മിനിറ്റ്. ഓക്കെ ഗൈസ്, നമ്മളൊക്കെ പോസ് മാറ്റി. ഗൈസ് എങ്ങനെയുണ്ട് ലുക്ക്? എനിക്ക് ഈ ലുക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കറക്റ്റായിട്ട് ശരിക്കും കമൻറ്റ് ചെയ്യും. നമുക്ക് ജാപ്പനീസ് സൈഡിലേക്ക് പോയാലും ജാപ്പനീസ് സൈഡിലോട്ട് നമ്മൾ പോയിട്ടുണ്ട് ഗൈസ്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സ്ഥലമാണ് ഗൈസ്. ഞാൻ ഇവിടെ ഒരു വീടൊക്കെ വെച്ചിട്ട് അതിൻ്റെ അകത്ത് ഈ ഗാരേജ് സെറ്റപ്പ് പോലെ ഞാൻ ചെയ്തായിരുന്നു, ഒരു റെഡ് ബെൻസ് വെച്ചിട്ട്. അന്ന് ഞാൻ പോസ്റ്റ് ഇട്ടിട്ടുണ്ട് ഗൈസ് അതിൻ്റെ. അപ്പം നിങ്ങൾ ആ പോസ്റ്റ് നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഗൈസ്. ഗൈസ് നിങ്ങൾ ആരും പോസ്റ്റ് നോക്കുന്നുമില്ല, ഒരു കമൻറ്റും ഒരുവിധ കമൻറ്റും ഇല്ല, ലൈക്കില്ല, ഒന്നുമില്ല ഗൈസ്. ഗൈസ് പ്ലീസ് ലൈക്ക് ആൻഡ് സപ്പോർട്ട് ഗൈസ്. സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഗൈസ്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട് നിങ്ങൾ, പക്ഷേ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് മാത്രം കാര്യമില്ലല്ലോ. അല്ലേ സൗത്തിക്ക? ഗൈസ് പിന്നെ നിങ്ങൾ സാത്വിക്കിൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ടതാണ്. ഇത് ഗെയിമർ സാത്വിക് എന്നാണ് ഗൈസ്. ഗൈസ് സത്യം പറഞ്ഞാൽ ഞാനിപ്പോൾ ഡിസ്ക്രിപ്ഷനിൽ സാത്വിക്കിൻ്റെ ചാനലിൻ്റെ ലിങ്ക് കൊടുക്കാത്തതല്ല ഗൈസ്. എന്താ പ്രശ്നം എന്ന് വെച്ചാൽ അത് സാത്വിക്കിൻ്റെ ഇത് പോയി ഗൈസ്. എങ്ങനെയാ അല്ലേ? ചാനൽ ഇപ്പോഴും ഉണ്ട് ഗൈസ്, പക്ഷേ ലിങ്ക് ഞാൻ എൻ്റെ കോപ്പി ചെയ്ത് വെച്ചതാണ്, ക്ലിപ്പ് ബോർഡിൽ കാണുന്നില്ല ഗൈസ്. ഗൈസ് പിന്നെ ഞാൻ വീഡിയോ ചെയ്യുന്ന ഏത് ഫോണിലല്ല ഗൈസ്, ടാബിലാണ് ഗൈസ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. എൻ്റെ ടാബിൻ്റെ മോഡൽ സാംസങ് ഗാലക്സി S26 ലൈറ്റ്
S26 ലൈറ്റ് അങ്ങനെയല്ല, സാംസങ് ഗാലക്സി S26 എന്തോ ലൈറ്റ് അങ്ങനെയാണ് ഗൈസ് പേര്. ഗൈസ് കിട്ടി. സാംസങ് ഗാലക്സി S26 ടാബ് സാംസങ് ഗാലക്സി S26 ഗൈസ് കിട്ടുന്നില്ല ഗൈസ്. പിന്നെ ഒരു ദിവസം പറഞ്ഞു തരാം ഗൈസ്. എന്തോ അതിനെനിക്കൊരു ഡൗട്ട് അല്ലേ സത്യം. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഉണ്ട് ഗൈസ് ആ കാര്യത്തിൽ ഡൗട്ട്. ഗൈസ് പിന്നെ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഹോബി കമൻറ്റ് ചെയ്യുക ഗൈസ് വീഡിയോയുടെ താഴെ. അത് ശ്രദ്ധിക്കാം ഗൈസ്. പിന്നെ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ഹോബി നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യണം അല്ലേ ശ്രദ്ധിക്കാം. എനിക്കിഷ്ടമുള്ള ഹോബി എന്താണെന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഗെയിം കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ഗൈസ്. പിന്നെ ഗൈസ് എൻ്റെ ഫേവറേറ്റ് ഡ്രീം ഗെയിം ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൈസ് GTA 5 ആണ് ഗൈസ്. GTA 6 ഇറങ്ങാൻ പോകുന്നു, ഇതുവരെയായിട്ട് ഇറങ്ങിയിട്ടില്ല. എൻ്റെ ഡെവലപ്പർ ഭയങ്കരമായിട്ട് താമസിപ്പിക്കുന്നുണ്ടല്ലോ സത്യം ഗൈസ്. കുറേ പേര് GTA 6 കളിക്കാൻ പറ്റി, എന്നാൽ ഞങ്ങൾ GTA 5 കളിക്കാൻ പറ്റിയെന്നല്ലേ. എന്ത് കോമഡിയല്ലേ ഗൈസ്. പിന്നെ നിങ്ങൾ ലൈക്ക് ചെയ്യാനായിട്ട് ഞാൻ ഒരുപാട് കണ്ടൻസ്, ഞാൻ മൈൻഡിൽ വരുന്ന കണ്ടൻസ് ഒക്കെ ഞാൻ അത് വെച്ച് വീഡിയോ ഒക്കെ ചെയ്യുന്നുണ്ട് ഗൈസ്. നിങ്ങളാരും സപ്പോർട്ട് ചെയ്യുന്നില്ല അല്ലേ സത്യം. അതുകൊണ്ട് നിങ്ങൾ എന്തായാലും സപ്പോർട്ട് ചെയ്യാം. എന്തായാലും സാത്വികൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യണം ഗൈസ്. എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ ഈ വണ്ടിയുടെ ശബ്ദം നിങ്ങൾ ഇതുവരെയായിട്ടും കേട്ടിട്ടില്ലല്ലോ, കേൾപ്പിച്ചു തരാം. അപ്പോൾ റെഡിയാണോ ഗൈസ് ശബ്ദം കിട്ടാൻ? ഓക്കെ, അങ്ങനെയാണ് ഞാൻ കേൾപ്പിച്ചത്. സൗണ്ട് മൊത്തം കുറച്ച് അപ്പോൾ ഗൈസ് നിങ്ങൾക്ക് ഈ വണ്ടിയുടെ ശബ്ദം എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യൂ ഗൈസ്. നിങ്ങൾക്ക് ഞാൻ ഈ വണ്ടിയുടെ ശബ്ദം വരെ കേൾപ്പിച്ചു തന്നു ഗൈസ്. എന്നിട്ട് നിങ്ങൾ ലൈക്ക് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റില്ലെങ്കിൽ ഗൈസ് ഞാൻ ഇത് CPMൻ്റെ ഞാൻ വീഡിയോ ഫസ്റ്റ് ടൈമായിട്ടാണ് ഗൈസ് ചെയ്യുന്നത്. ഷോർട്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഷോർട്സൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് അല്ലേ സത്യം. ഷോർട്സ് ചെയ്തിട്ടുണ്ട്, പക്ഷെ ഫസ്റ്റ് ടൈമായിട്ട് വീഡിയോ ചെയ്യുന്ന ഗെയിമിൻ്റെ വീഡിയോ ചെയ്യുന്നു, അതായത് ഷോർട്സ് ആയിട്ട് ഗൈസ്. ഷോർട്സ് ആയിട്ടാണ് ഞാൻ ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ വീഡിയോ ഗൈസ്. ഇത് വീഡിയോ, മറ്റേത് ഷോർട്സ്. പിന്നെ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള വണ്ടി ഏതാണെന്ന് പറയൂ ഗൈസ് അല്ലേ, അത് ചോദിക്കാം ഗൈസ്. എൻ്റെ ഫേവറേറ്റ് വണ്ടി BMW ബെൻസൊക്കെയാണ് ഗൈസ്. സത്യം പറഞ്ഞാൽ ഇത് പഴയ വണ്ടിയാണ്. എനിക്ക് ഈ വിൻറ്റേജ് കാർസിനോട് എനിക്ക് വലിയ താല്പര്യമില്ലാത്ത ആളാണ് ഗൈസ്. എനിക്ക് വിൻറ്റേജ് കാർസിനോട് വലിയ താല്പര്യമൊന്നുമില്ല. പിന്നെ ഇത് ബെൻസിൻ്റെ BMW ഒക്കെ ആയതുകൊണ്ടാണ് ഞാൻ വിൻറ്റേജ് കാറാണെങ്കിൽ സൂക്ഷിച്ചുകൊണ്ട് നടക്കുന്നത് സൗത്തിക്കാൻ. സൗത്തിക്കിന് ഇഷ്ടമൊക്കെ തന്നെയാണ് വിൻറ്റേജ് വണ്ടികൾ, അതായത് ബെൻസിൻ്റെ BMW. എനിക്ക് ഗേസ് ഇന്ന് എൻ്റെ BMW ഞാൻ $1000 ഞാൻ
$1000 അല്ലേ ഗൈസ് ഗെയിമിൻ്റെ പണി. ഗെയിമിൻ്റെ മണിയിൽ ഞാൻ വിറ്റു. ഗൈസ് വണ്ടി ഏതാന്ന് ഞാൻ പറയാം ഗൈസ്. BMW M3 ആണ് ഗൈസ്. സാധിക്ക് ആദ്യമേ പറഞ്ഞ എൻ്റെ അടുത്ത് ഞാൻ BMW M3 ഡെയിലി റിവാർഡ്സിൻ്റെ അവിടെ കാണുമ്പോൾ സെല്ല് ചെയ്യുമെന്നാണ് ഗൈസ് പറഞ്ഞത് എൻ്റെ അടുത്ത് സാധിക്ക്. പക്ഷെ സാധിക്ക് എന്ത് ചെയ്തു, നേരത്തെ അങ്ങ് സെല്ല് ചെയ്തു. സാധിക്കിൻ്റെ അടുത്ത് അപ്പം ചോദിച്ചതാ, സാധിക്ക് നീ ആ വണ്ടി അവിടെ കാണിച്ചിട്ട് കൊടുക്കത്തോളം നീ പറഞ്ഞിട്ടുണ്ടോയെന്ന് ഞാൻ അവൻ്റെ അടുത്ത് ചോദിച്ചു ഗൈസ്. പക്ഷെ അവൻ പറഞ്ഞ് അത് കുഴപ്പമില്ല, എന്തായാലും അവിടെ വരുമല്ലോ എന്ന് പറഞ്ഞു ഗൈസ്. അതുകൊണ്ട് ഓക്കെ അല്ലേ സത്യ? യെസ്. പിന്നെ ഞങ്ങളുടെ ടാർഗറ്റ് ഈ ഗെയിമിൽ, എൻ്റെ ടാർഗറ്റ് BMW i7. സാധിക്കിൻ്റെ തന്നെ പറയും ഗൈസ്. എനിക്ക് പേരറിയില്ല, എനിക്ക് സത്യം ആയിട്ട് ഗൈസ് സാധിക ആയിരിക്കും പറഞ്ഞ് എൻ്റെ അടുത്ത് ഡിഫൻഡറാണ് മേടിക്കാൻ പോകുന്നത്. എൻ്റെ സത്യക്ക് ഡിഫൻഡർ മേടിക്കണം. 1000 പോയിൻറ്റ്സ് കൊടുത്ത് ഞങ്ങൾ എന്തായാലും ഗൈസ് ഒരു വരവുണ്ട് ഗൈസ്. ഞാൻ i7 എന്തുവാ ലാസ്റ്റ് കാണുന്നൊരു വണ്ടിയില്ലാണ് റേഞ്ച് റോവർ. റേഞ്ച് റോവറിന് മുമ്പത്തെ ഫാസ്റ്റസ്റ്റ് കാറ്, ആ കാർ അതാണ് എനിക്ക് മറ്റേ ഡ്രിഫ്റ്റിങ്ങിൻ്റെ കാറ്. അത് ഫാസ്റ്റസ്റ്റ് കാർ. യെസ്. പിന്നെ വേൾഡ്സ് ഫാസ്റ്റസ്റ്റ് സൂപ്പർ കാർ അല്ല ഹൈപ്പർ കാർ നിങ്ങൾക്ക് ഏതാണെന്നറിയാം? കോണിസെക് ജെസ്കോ ആണ് ഗൈസ്. കോണിസെക് ജെസ്കോ ഗൈസ്. അത് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഞങ്ങൾക്ക് ഗൈസ് അത് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ എനിക്കറിയില്ല, പിന്നെ നിങ്ങളെ കാണിച്ചു തരുന്നു. ഈ ഗെയിമിലുണ്ട് ഗൈസ്. ഗൈസ് ഈ ഗെയിമിലുള്ള എൻ്റെ വണ്ടികൾ നിങ്ങൾ കണ്ടിട്ടില്ല, കാണിച്ചു തരാം ഗൈസ്. അപ്പോൾ നമുക്ക് നമ്മുടെ വണ്ടികൾ കിടക്കുന്ന സ്ഥലത്തോട്ട് പോവാം ഗൈസ്. നമ്മുടെ വണ്ടികളൊക്കെ ഇടുന്ന സ്ഥലത്ത് എത്തി ഗൈസ്. എങ്ങനെയുണ്ട് ഗൈസ്? ഫസ്റ്റ് കാറ് മുതൽ തുടങ്ങും. ഗൈസ് ഫസ്റ്റ് കാറ് മുതൽ തുടങ്ങാം. അതായത് ഈ ഗെയിമിലെ ഫ്രീ കാർ എന്ന് പറയും. അതായത് ഈ ഗെയിമിലെ ഫ്രീ കാർ എന്നാണ് ഈ വണ്ടീനെ അറിയപ്പെടുന്നത്. ഈ ഗെയിമിൽ ഇത് ഫ്രീ കാർ, ഇത് ഒരു ഹാഷ് ബാക്ക് വെഹിക്കിൾ, പിന്നെ ഇതൊരു പഴയ ഒരു വണ്ടി. ഇത് ഏതാണെന്നൊന്നും എനിക്കറിയത്തില്ല ഗൈസ്. ഇത് ഹോണ്ടയുടെ ഏതോ ഒരു സൂപ്പർ കാറാണ് ഗൈസ്. ഇതിൻ്റെ സൂപ്പർ കാർ എന്നൊക്കെ പറയാം. ഗൈസ് എനിക്കറിയത്തില്ല ഇതിനെന്താ പറയാമെന്ന്. സൂപ്പർ ഹാഷ് ബാക്ക് എന്നല്ല ആയിരിക്കും ഗൈസ് പറയുന്നത്. പിന്നെ ഈ വണ്ടിയുടെ ശബ്ദമില്ല, എൻജിന്. ശരി ഗൈസ് ഈ വണ്ടിക്ക് പിന്നെ എൻജിന് ശബ്ദമില്ല. അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം ഗൈസ്. ഈ ഗെയിമിൽ എൻജിൻ്റെ അതായത് ഏറ്റവും അറ്റത്ത് കാണുന്ന എൻജിൻ കൊടുത്തതാണ് ഗൈസ്. വണ്ടി ഇലക്ട്രിക് വണ്ടിയായിപ്പോൾ ഗൈസ്. എൻജിനുണ്ട് പക്ഷേ ഒരു സൗണ്ടും ഇല്ലാത്ത വണ്ടിയായിപ്പോൾ. ഇത് ഹോണ്ടയുടെ ഒരു വണ്ടി. പിന്നെ ഇതേതാണെന്ന് എനിക്കറിയത്തില്ല ഗൈസ്. ഇത് ഞാൻ ഷോർട്സ് ചെയ്ത സമയത്ത് ഇവിടെ ഇട്ടന്നേ ഉള്ളൂ, ആരുഷരൻ ഗെയിമിംഗ് എന്ന് വെറുതെ ഇവിടെ ഇട്ടന്നേ ഉള്ളൂ. ഇത് ഏത് വണ്ടിയാണെന്ന് എനിക്കറിയത്തില്ല. പിന്നെ ഇത് വേറെ ഏതോ ഒരു സഡാൻ. ഇത് ഫോർഡിൻ്റെ ഒരു സഡാൻ ഗൈസ്. ഇതല്ല KL04F1927. ഇത് റിയൽ ലൈഫിൽ ആർക്കെങ്കിലും ഇതേ സെയിം നമ്പർ പ്ലേറ്റുള്ള വണ്ടി ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ, അതായത് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ആ ഒരാൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക ഗൈസ്. ഈ ഒരു രജിസ്ട്രേഷൻ വണ്ടിയുള്ള ആൾ ഈ വീഡിയോ കാണുവാണെങ്കിൽ ആളുടെ പേരെന്തായാലും കമൻറ്റ് ചെയ്യേണ്ടതാണ് അല്ല സോത്തയ്ക്ക്. പിന്നെ ഇത് റെനോൾട്ടിൻ്റെ ഏതോ ഒരു വണ്ടിയാണ് ഗൈസ്. റെനോൾട്ടിൻ്റെ ഏതോ ഒരു പഴയ സെഡാൻ. പിന്നെ ഇതറിയാത്ത ഏതോ ഒരു വണ്ടി, എനിക്കറിയത്തില്ല. ഇത് ഫോർഡിൻ്റെ ഒരു വാനാണ് ഗൈസ്. ഇത് ജീപ്പ് എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ഒരു വണ്ടിയാണ് ഗൈസ്. ചില CPM ഗെയിമേഴ്സ് പറയുന്നതിന് ഇത് താറാണെന്നാണ് ചിലർ പറയുന്നത്. എനിക്കറിയത്തില്ല ഗൈസ് അവരെന്തുകൊണ്ടാണ് പറയുന്നത്. ഇത് വേറൊരു സൂപ്പർ കാർ ഗൈസ്, ഏതാണെന്ന് പോലും എനിക്കറിയത്തില്ല. ഇത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന മിനി കൂപ്പർ ഗൈസ്. പിന്നെ ഇത് ഏതാണെന്ന് എനിക്കറിയത്തില്ല ഗൈസ്. ഇപ്പോഴാണ് ഞാൻ പറഞ്ഞേക്കാം. ഇത് വോൾസ്വാഗൻ്റെ ഏത് വണ്ടിയാണെന്ന് അറിയത്തില്ല.
ഏകദേശം ഒരു പോളോയുടെ ഒക്കെ ലുക്ക് പോലെ ഇരിക്കും ഗൈസ്. പക്ഷെ ഇത് ഏത് വണ്ടിയാണെന്ന് എനിക്കറിയത്തില്ല സത്യത്തിൽ. പിന്നെ ഇത് ഹ്യുണ്ടായുടെ ഏതോ ഒരു വണ്ടിയാണ്. ഇത് ഏതാണെന്നും എനിക്കറിയത്തില്ല. ഇതിൻ്റെ പേരും എനിക്കറിയത്തില്ല. ഇത് റിയൽ ലൈഫിലുണ്ട് ഇങ്ങനത്തെ ഒരു വണ്ടി. അതൊരു വണ്ടി. പിന്നെ ബെൻസിൻ്റെ ഏതോ ഒരു വിൻറ്റേജ് വണ്ടി. പിന്നെ ഇത് മാസ്റ്റയുടെ കൺവേർട്ടബിൾ, അതായത് റൂഫൊക്കെ മറക്കാം ഗൈസ് ഇതിൻ്റെ. അത് അങ്ങനത്തെ ഒരു വണ്ടി മാസ്റ്റയുടെ. ഇത് ഹമ്മർ ഗൈസ്. ഹമ്മർ എല്ലാവർക്കും അറിയാം ഗൈസ്. ഇതെങ്ങനെയുണ്ട്? ഈ വർക്ക് എങ്ങനെയുണ്ട്? ഇത് നിങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾ കണ്ടു കഴിഞ്ഞിട്ടൊന്ന് പറ ഈ വണ്ടി എങ്ങനെയുണ്ട്, ഇത് എങ്ങനെയുണ്ട് ഗൈസ്? ഇതുണ്ട് ഗൈസ്, ബ്ലഡ് സൈഡിൽ കിടക്കുന്ന പോലെ ഇല്ല ഗൈസ്. അതെങ്ങനെയുണ്ടെന്ന് നിങ്ങളറിയാം. അത് പുറകിലും ഉണ്ട് ബ്ലഡ് കിടക്കുന്ന പോലെ. ഇവിടെ ആരിഷയുടെ ഗെയിമിങ് ഇവിടെ കുറച്ച് ബ്ലഡ് ഉണ്ട് ഗൈസ്. ഇത് ബ്ലഡൊന്നുമല്ല സത്യത്തിലും. അങ്ങനത്തെ ഒരു സാധനം ഞാൻ കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് വെറുതെ വെച്ചെന്നേ ഉള്ളൂ ഗൈസ്. ഇതെങ്ങനെയുണ്ട്? റിമ്മിൻ്റെ കളർ ഗ്രീൻ. പിന്നെ ആരിഷയുടെ ഗെയിമിങ് യെല്ലോ കളറിൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും എനിക്കും അറിയാം. ഡോൾ ചാർജറിൻ്റെ പഴയതാണ്. എനിക്ക് ഈ വണ്ടിയുടെ ഏറ്റവും ഇഷ്ടമല്ലാത്തൊരു കാര്യം എൻജിൻ കണ്ടില്ല ഗൈസ്. പുറത്തോട്ട് ഇങ്ങനെ ചാടി നിൽക്കും ഗീസ്. ഇത് ഓട്ടോയിൻ്റെ സൗണ്ടാട്ടോ. അത് സത്യമാണ് ഗൈസ്. ഇത് ഡോഡ്ജിൻ്റെ വേറെ ഏതോ ഒരു പഴയ വണ്ടി. ഇത് ഏതാണെന്ന് എനിക്കറിയത്തില്ല ഗൈസ്. എനിക്കറിയൂല. നിങ്ങൾ ഈ വണ്ടി ഗൂഗിളിൽ പറ്റത്തില്ല ഗൈസ്. എന്തെങ്കിലുമൊക്കെ ചെയ്ത് നിങ്ങൾ ഈ വണ്ടിയുടെ പേരെന്താണെന്ന് കമൻറ്റ് ചെയ്യും ഗൈസ്. അതൊരു വണ്ടി, അതൊരു സൂപ്പർ കാർ. ഇത് ഏതാണെന്ന് പോലും എനിക്കറിയത്തില്ല, എൻ്റെ പേരും അറിയത്തില്ല. ഏതാണ്ടൊരു സൂപ്പർ കാർ. ഇത് പിന്നെ ഏതാണ്ടൊരു ചടൻ. ഇതിൻ്റെ സൈഡിൽ ഇങ്ങനത്തെ ഒരു സാധനം, ഒരു ഇതൊന്ന് ഫെയറിയാണ് എന്തെന്ന് സാധനം. മെർമെയ്ഡിൻ്റെ ഒരു സ്റ്റിക്കർ. പിന്നെ ഇവിടെ ഒരു ഗുരുളയുടെ ഒരു സ്റ്റിക്കർ, പച്ച ഗുരുള. തലയിലൊരു ക്രൗൺ ഉണ്ട്, അത് എനിക്ക് കാണത്തില്ലെന്നേ ഉള്ളൂ. അങ്ങനെ വെച്ചുകൊണ്ട് പിന്നെ ഈ സൈഡിൽ ഇങ്ങനത്തെ ഒരു വർക്ക്. പിന്നെ മേളിൽ ഇങ്ങനെ കിടക്കുന്നു ആരിഷയുടെ ഗെയിമിങ് റെഡ് കളറിന്. ഇതെങ്ങനെയുണ്ട്? ഇതും എങ്ങനെയുണ്ടെന്ന് പറയാം. ഇത് പച്ച കളറിലെ തീ. ഇത് BMW ഒരു ഹാഷ് ബാക്ക്. ഇത് ബെൻസിൻ്റെ, ഞാൻ നേരത്തെ കാണിച്ച പോലെ ബെൻസിൻ്റെ റെഡ് വെച്ചടാൻ. പിന്നെ ഇതൊരു BMW ഒരു റൂഫൊന്നും ഇല്ലാത്തൊരു വണ്ടിയാണ് ഗൈസ്. ഇത് ഒരു ഇത് BMW ഏതോ ഒരു റൂഫില്ലാത്തൊരു വണ്ടി ഗൈസ്. സ്വാതിക്ക് ഞാൻ എൻ്റെ പേരറിയാം, പക്ഷേ സ്വാതിക്ക് ഇത് മറന്നു പോയി. അല്ല സ്വാതിക, ഇതൊരു റൂഫില്ലാത്തൊരു BMW ടി വെച്ച് പോയിട്ട് എനിക്കറിയില്ല ഗൈസ് എൻ്റെ പേര്. ഇത് ലെക്സസിൻ്റെ ഏതോ ഒരു വണ്ടിയാണ് ഗൈസ്. ലെക്സസിൻ്റെ ഏതോ ഒരു സെഡാൻ വണ്ടി, എനിക്കറിയത്തില്ല എൻ്റെ പേര്. ഇത് ലെക്സസിൻ്റെ ഒരു സെഡാൻ. പിന്നെ ഇത് ബെൻസിൻ്റെ ഒരു വാൻ. ഇതിൻ്റെ പേരൊന്നും എനിക്കറിയത്തില്ല വാനിൻ്റെ. ഇങ്ങനെയാണ് ഇതിൻ്റെ ഫ്രണ്ടിൽ ഇരിക്കുന്ന. ആരിഷ് വൈറ്റി വെറുതെ കൊടുത്തേ ഉള്ളൂ. ആരിഷ് വൈറ്റി ആരിഷിൻ്റെ CPM യൂസർ നെയിം അതാണ്. ഇതെങ്ങനെയുണ്ട്? സ്പൈഡർമാൻ്റെ വല വെച്ചിട്ടുള്ള സാധനം. പിന്നെ ഒരു ഇഷ്ടിക, ഒരു വോളിൻ്റെ പെയിൻ്റൊക്കെ കളഞ്ഞിട്ട് ഇഷ്ടിക മാത്രം കാണുന്ന പോലെ. പുറകിൽ തീ ഗൈസ്. ഡ്രിഫ്റ്റ് കിങ്ങെന്നും പിന്നെ ബാഡ് ബോയ് എന്ന് വന്നിട്ട് ബെൻസിൻ്റെ ഒരു വാൻ. പിന്നെ സിവിക്കിൻ്റെ ഒരു സെഡാനാണ് ഗൈസ്. ഇത് നിങ്ങൾ കണ്ടിട്ട് എന്ത് പറയുമെന്നൊന്നും എനിക്കറിയത്തില്ല. നിങ്ങളെന്താന്ന് വെച്ചാൽ കമൻറ്റിൽ ഇടുക ഈ വണ്ടിയെ പറ്റി. ഇതൊരു യെല്ലോ റിമ്മുള്ളൊരു വണ്ടി. ഇതിൻ്റെ സ്പ്രിങ് മുഴുവൻ ഞാൻ കൂട്ടിയിട്ടേക്കുക ഫുള്ള്. ഇത് യെല്ലോ കളറിൽ റിമ്മുള്ള വണ്ടി. പിന്നെ റെഡ് കളറ്. പിന്നെ ആരിഷയുടെ ഗെയിമിങ്ങിന് ഫ്രണ്ടിൽ കൊടുത്തിട്ടുണ്ട്. അത്രയൊക്കെ തന്നെ ഉള്ളു ഗൈസ് ആദ്യം. പിന്നെ ഇതിലൊന്നും ഇതൊരു പച്ച കളർ അതേ ഉള്ളൂ. ഇതിന് മെയിനായിട്ടൊന്നുമില്ല അല്ലേ സത്യം ഗൈസ്. എൻ്റെ കയ്യിൽ കുറച്ചധികം വർക്കില്ലാത്ത വണ്ടികളുണ്ട് ഗൈസ്. അതിന് ഞാനിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എനിക്ക്. ഇതൊരു വണ്ടി. പിന്നെ ഇത് വേറെ ഏതോ ഒരു പഴയ വണ്ടി. ഈ ചില ഗെയിമേഴ്സൊക്കെ പറയുന്നത് ഇത് അംബാസിഡറാന്നൊക്കെയാണ് പറയുന്നത്. ഈ വണ്ടി എന്തുവാ റെഡ് വണ്ടി എനിക്ക് സത്യം. ഇത് മസ്റ്റാങ്ങിൻ്റെ ഏതോ ഒരു സൂപ്പർ കാർ, എനിക്കറിയത്തില്ല അതിൻ്റെ പേര്. ഇതിൻ്റെ പേരും എനിക്കറിയത്തില്ല. ഈ വണ്ടി മറ്റേ നമ്മളുടെ ലൈറ്റ് മക്വീനിലെ ഒരു വണ്ടി ഓർക്കുന്നു. ശരിയാണ് ഗൈസ്, ആ ഒരു വണ്ടിയാണ് ഗൈസ് ഇത്. എങ്ങനെയുണ്ട് ഗൈസ് ഈ വണ്ടി?
സ്റ്റെല്ലിന് പറയുന്നത് അംബാസഡർ ആണെന്നൊക്കെയാണ് എനിക്കറിയത്തില്ല ഗൈസ്. അല്ല ശ്രദ്ധിക്കാം, അത് അംബാസഡർ പോലത്തെ ഏതോ ഒരു വണ്ടി. നമ്മുടെ മെയിൻ സാധനം വന്നു. പിന്നെ ദ സുപ്ര. ഈ സുപ്ര ഞാൻ നന്നായിട്ട് എഫേർട്ട് എടുത്ത് വർക്ക് എടുത്തതാ അല്ലേ ശ്രദ്ധിക്കാം. ഇത് നന്നായിട്ട് ഞാൻ എഫേർട്ട് എടുത്ത് വർക്ക് ചെയ്തൊരു വണ്ടിയാണ് ഗൈസ്. എങ്ങനെയുണ്ട് ഗൈസ് ഈ വണ്ടി? സ്പോയിലറൊക്കെ ഉണ്ട്. ഇത് ഗൈസ് ഇത് വെറും തുടക്കം മാത്രം അല്ലേ ശ്രദ്ധിക്കുക. ഇത് വെറും തുടക്കം വർക്ക്. ഇത് നിങ്ങൾക്ക് അത്ര അടിപൊളിയായിട്ട് തോന്നത്തില്ല ഗൈസ്. എന്നും പറഞ്ഞ് കമൻറ്റിൽ ഇത് കൊള്ളത്തില്ല എന്നൊക്കെ കമൻറ്റിൽ ഇട്ടേക്കില്ല ഗൈസ്. എനിക്ക് എത്ര പറയാനുള്ളത് ഗൈസ്. അത് ഏതൊരു ഗെയിമറാണെങ്കിൽ ആർക്കായാലും വിഷമം വരുന്നൊരു കമൻറ്റാണ് അല്ലേ ശ്രദ്ധിക്കാൻ അത് ഗൈസ്. അപ്പം അത് നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട ഗൈസ്. ഇതിൽ ഞാൻ പിന്നെ ഇമ്പ്രൂവ് ആയിട്ടുണ്ട് വർക്കിൽ അല്ലേ. ഇതിന് പിന്നെയെങ്കിലും ഇമ്പ്രൂവ് ആയിട്ടുണ്ട് ഗൈസ്. അല്ലാതെ മോശമെന്ന് ഇതിന് പറയാൻ പറ്റത്തില്ല. മറ്റേതെന്തെങ്കിലും പറഞ്ഞാൽ പറ്റും. മറ്റേതിന് നമുക്ക് എന്തെങ്കിലും പറയാൻ പറ്റുന്നതാണ് ഗൈസ്. ഇതെങ്ങനെയുണ്ട്? ഇത് അടിപൊളിയല്ലേ. പിന്നെ ഇവിടെ ഒരു ഈ ഗ്രില്ലിൽ പച്ച കളറുണ്ട്. ഈ പച്ച കളറാക്കി അതെങ്ങനെയുണ്ട് ശ്രദ്ധിക്ക്. പിന്നെ ഇതൊരു ഓടിയുടെ ഒരു വണ്ടി. ഇവിടെ ബ്ലൂ കളറൊക്കെ കാണത്തുള്ളൂ. കിട്ടിയ സമയത്ത് ഇവിടെ ബ്ലൂ കളറായിരുന്നു. ഞാനതെടുത്ത് റെഡ് കളറാക്കി ഗൈസ്. ഗൈസ് ദിസ് ഈസ് മൈ കാർ M3 BMW M3. ഗൈസ് ഇത് സാത്തേക്ക് വിറ്റ് കളഞ്ഞു ഗൈസ്. ഗൈസ് ഇതൊരു മസ്താങ്ക് ഗൈസ്. ഇത് എനിക്ക് 500 കോയിൻസ് കൊടുത്ത് മേടിച്ചതാണ്. സോറി മസ്താങ് അല്ല, മെക്രാളിൻ. സോറി ഗൈസ്. ഈ മെക്രാളിൻ ശരിക്കും പറഞ്ഞാൽ ഞാൻ 500 കോയിൻസ് കൊടുത്ത് മേടിച്ചതാണ്. ശരിക്കും പറഞ്ഞാൽ ഈ വണ്ടി എനിക്ക് മേടിക്കണമെന്നൊന്നും വലിയ താല്പര്യമൊന്നും ഇല്ലായിരുന്നു മേടിക്കാനായിട്ട്. പക്ഷെ ഞാൻ സാത്തേക്ക് പറഞ്ഞ് അങ്ങനെ മേടിച്ചതാണ് ഗൈസ്. എനിക്ക് എന്തായാലും മേടിക്കാൻ അങ്ങ് തോന്നി. അപ്പം ഞാനങ്ങ് മേടിച്ചു ഗൈസ്. മെക്രാളിൻ്റെ ഒരു വണ്ടി. എന്തായാലും പൈസ കളയണ്ടേ, അപ്പോൾ മേടിച്ചേക്കേ. പിന്നെ ഇതൊരു റാമിൻ്റെ ഒരു പിക്കപ്പ്. ആരുഷരൺ ഗെയിമിംഗ് എന്ന് എഴുതിയിട്ടുണ്ട്. അത്രയൊക്കെ തന്നെയുള്ളൂ ഗൈസ് ഇതിൻ്റെ അകത്ത്. ഡോഡ്ജ് റാം ഗൈസ്. ഡോഡ്ജ് എന്ന് പറയുന്ന ബ്രാൻഡ് തന്നെയാണ്. ഈ വണ്ടിയുടെ പേര് റാം എന്ന് പറഞ്ഞുകൊണ്ട് ഗൈസ്. ഇത് ബെൻസിൻ്റെ ഏതോ ഒരു ചേട്ടാ. എനിക്കിതിൻ്റെ മോഡൽ അറിയത്തില്ല ഗൈസ്. മോഡൽ ചോദിക്കരുത് ഗൈസ് എൻ്റെ അടുത്ത്. S ക്ലാസ് എനിക്കറിയത്തില്ല. S ക്ലാസ്സോ ഏതോ ഒരു ക്ലാസ്സാണ് ഗൈസ് ഇത്. അത് എന്തിനാ ഫേവറേറ്റ് സെക്ഷനിൽ ഇട്ടേക്കുന്നതെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ആവശ്യമില്ല. വെറുതെ എങ്ങനെ ഇതിട്ടേക്കുന്നതന്നേ ഉള്ളൂ ഗൈസ്. നേരത്തെ ഇതിൻ്റെ അകത്ത് പട്ടാളത്തിൻ്റെ ഒരു തീമായിരുന്നു ഗൈസ്. അതൊക്കെ ഞാൻ മാറ്റി. 38 കാർസ് ഉണ്ട് ഗൈസ് എൻ്റെ കയ്യിൽ മൊത്തത്തിൽ. നിങ്ങൾ നോക്കുവാണെങ്കിൽ 38 ഉള്ളൂ ഗൈസ്. പിന്നെ ഗൈസ് എനിക്ക് നോക്കേണ്ടത് വേർ ഇസ് മൈ M3 ബോയ്, വേർ ആർ യു? ഗൈസ് നമ്മൾ M3 പോയിട്ടുണ്ട് ഗൈസ്. എനിക്ക് നോക്കണം സാത്ത് ഇതിൻ്റെ ലൈറ്റിൻ്റെ കളർ മാറ്റി ഗൈസ്. ഹെഡ് ലൈറ്റിൻ്റെ അതെനിക്ക് നോക്കണം എത്രത്തോളം വർക്കിംഗ് ആണെന്ന്. എനിക്ക് നോക്കിയേ പറ്റത്തുള്ളൂ. തനിക്ക് പൈസ കൊടുക്കണമല്ലോ, എനിക്ക് പൈസ ഗൈസ്. ഇതെങ്ങനെ? വാട്ട് ഗൈസ്? വാട്ട് ഈസ് ഐ എം സീയിങ് ഗൈസ്? ഗെയിമിൽ ലോഡി. അപ്പോൾ ഒരു കാര്യം ഗെയിമിലേക്ക് ലോഡ് ചെയ്ത് ഗെയിമിൽ കയറി അപ്പോഴത്തേക്ക് ഒരു പൈസ പോവോ? അല്ല പക്ഷെ എനിക്കിങ്ങനെ ഫ്രീ ആയത് എനിക്കറിയാത്ത ഗൈസ്. മോൺസ്റ്റർ ലുക്ക് ഗൈസ്. നമുക്ക് നോക്കാം. ഇവിടെ വന്നു ഗൈസ്. വരുമോ? നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യൂ ഗൈസ്. എനിക്കിങ്ങനെ വന്നതെന്ന് എനിക്ക് മനസ്സിലാവാത്ത. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഗ്യാരേജിൽ നമ്മുടെ വണ്ടികൾ ഇട്ടേക്കുന്ന സ്ഥലത്ത് പോകാമെന്ന് പറഞ്ഞില്ല ഗൈസ്. ശരിക്കും ഓടിച്ചു വരാൻ പറ്റിയ സ്ഥലമല്ല ഗൈസ്. ഗെയിമിൻ്റെ മെനു ആണ് ഗൈസ് ഇത്. അതിപ്പോൾ ഞങ്ങൾക്ക് ഇപ്പോൾ തന്നെ മനസ്സിലായി കാണും സിറ്റിയിലോട്ട് പോകുന്നത് കണ്ടപ്പോൾ. ഞാൻ CPM ഗെയിമറൊന്നും അല്ല ഗൈസ്. സത്യം പറഞ്ഞാൽ ഞാൻ ഏത് ഗെയിമിൻ്റെ ഗെയിമറാണെന്നൊന്നും എനിക്കറിയില്ല ഗൈസ്. ഞാൻ എല്ലാത്തിൻ്റെ ചെയ്യും അല്ലേ. വന്നിട്ടുണ്ടെങ്കിൽ ഇല്ല ഗൈസ്. എൻ്റെ എങ്ങനെയാണെന്ന് ഗൈസ് എനിക്ക് മനസ്സിലാവാത്ത സാത്തക്കിൻ്റെ അല്ലേ വന്നെന്താണ് എനിക്ക് മനസ്സിലാവാത്തത്. പക്ഷെ എന്തായാലും M3 എടുത്തല്ലേ.
പിന്നെ നിങ്ങൾക്ക് ഇതിന്റെ ശബ്ദം കേൾക്കാം. ഇങ്ങനെയാണെങ്കിൽ ഞാൻ കേൾപ്പിച്ചു തരാം. എങ്ങനെയാ വന്നത് എനിക്കത് മനസ്സിലാവുന്നില്ല. വെയിറ്റ് എ മിനിറ്റ്. ഞാൻ ആ മറ്റേ സാധനം എടുത്തില്ല, അതുകൊണ്ടായിരിക്കും. ഇങ്ങനെയുണ്ട് കേസ് ഈ വണ്ടിയുടെ ശബ്ദം. കമൻറ്റ് ചെയ്യുക കേസ് താഴെ. ഇന്നത്തേക്ക് ഇത്രയും മതി കേസ് ശബ്ദം കേൾപ്പിച്ചത്. കേസ് പിന്നെ നിങ്ങൾ പറയേണ്ട ഒരു കാര്യം, ഈ വണ്ടിയുടെ ശബ്ദം എങ്ങനെയുണ്ട്? W ആണോ അതോ L ആണോ നിങ്ങൾ പറയുക കേസ്? അല്ലേ സത്യക്കെ? ഈ വണ്ടി W ആണോ L ആണോ എന്ന് നിങ്ങൾ പറയുക. അതായത് W-ൻ്റെ L-ൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ, W-യുടെ അർത്ഥം ഇത് വിന്നർ കാറാണെങ്കിൽ നിങ്ങൾ പറയുക W എന്ന് പറയുക, ലൂസർ കാറാണെങ്കിൽ L എന്ന് എഴുതുക കേസ്. അത്രേ ഉള്ളൂ. സൗണ്ട് വിന്നർ സൗണ്ട് ആണെങ്കിൽ നിങ്ങൾ W എന്ന് പറയുക. പിന്നെ സൗണ്ട് ലൂസർ സൗണ്ട് ആണെങ്കിൽ L എന്ന് തന്നെ പറയുക കേസ്. സൗണ്ട് L എന്ന് പറഞ്ഞ് കമൻറ്റ് ചെയ്യുക കേസ്. ഇവിടെ നോക്കുമ്പോൾ ഒരുമാതിരി ചിരി വരുന്നുണ്ട് കേസ്. അല്ലേ സത്യക്ക് ഒരുമാതിരി മാക്കറിയുടെ വാഗ് പോലെ തോന്നും കേസ്. ഇങ്ങനെ നോക്കുമ്പോൾ ദേഷ്യം പിടിച്ച് വണ്ടി നിൽക്കുന്ന പോലെ തോന്നും. ദേഷ്യപ്പെട്ടിട്ട് ചിരിക്കുന്ന, അല്ലേ, ദേഷ്യപ്പെട്ടിട്ട് വായമാര് വൃത്തിയായിട്ട് രീതിയിൽ വെക്കുന്ന രീതിയിൽ ഇങ്ങനെ നോക്കിയാൽ ചിരി വരും ഗൈസ്. ഇങ്ങനെ നോക്കിയ തവളയുടെ ലുക്ക്, ഇങ്ങനെ നോക്കിയാൽ ഭീകരൻ്റെ ലുക്ക്. 2 ലൈറ്റ്സ് ഉണ്ട്, അതാണ് കണ്ണ്. ആ നമ്പർ പ്ലേറ്റ് വയ്ക്കുന്നതിൻ്റെ അടിയിലാണ് അതിൻ്റെ വാ. ആ BMW-യുടെ ഗ്രില്ലാണ് അതിൻ്റെ മൂക്ക്. വാ കണ്ണ് പോകും. കാലില്ല, കാലും കയ്യുമില്ല ഗൈസ്. കാലാണ് ടയർ, കയ്യും ടയർ. കൈ വേണമെങ്കിൽ നിങ്ങൾ ഡോറാക്കണ്ട, മിററാക്കി ഗൈസ്. ടയർ വേണമെങ്കിൽ കാലാക്കി എടുത്തോ. ഗൈസ് ഇനി ഞാനൊരു കാര്യം ചെയ്യാൻ പോവാണ് ഗൈസ്. ഒന്ന് വീഡിയോ അതിനായിട്ട് പോസ് ചെയ്യുന്നത്. അപ്പോൾ ഗൈസ് ഞാൻ പോസ് മാറ്റിയിട്ടുണ്ട് ഗൈസ്. അതിന് മുമ്പ് ഞാൻ വേറൊരു കാര്യം ചെയ്യാൻ മറന്നുപോയി ഗൈസ്. സത്യമായിട്ട് ഞാനത് മറന്നുപോയി ഗൈസ്. അതൊന്ന് ചെയ്തിട്ട് ഗൈസ്. അപ്പോൾ നിങ്ങൾ റെഡിയല്ല ഗൈസ് ആ ഒരു കാര്യത്തിന്? ആൻഡ് ഗൈസ് ഈ മോഡിൻ്റെ ഒരേ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൈസ്, തിരിച്ച് എത്തിയൊരു കാര്യം പോലും കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. ആ ഗൈസ് ആ വണ്ടി ഇങ്ങോട്ട് വന്നപ്പോൾ ഞാൻ കണ്ടത്. ഗൈസ് എങ്ങനെയുണ്ട് ഗൈസ്? കൊള്ളാമെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക ഗൈസ്. ഇത്രയൊക്കെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ക്രിസ്റ്റിങ് കാണിച്ചു ഒരു സ്ഥലത്ത്. ഈ സ്ഥലം ഇങ്ങനെ ഉണ്ടായിരുന്നു, അടിയിൽ കൂടെ എടുത്തോണ്ട് പോയാൽ. ഗൈസ് ഈ വീഡിയോ നല്ല വീഡിയോ ആണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഗൈസ്. ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, അല്ലേ സത്യക്ക? അപ്പോൾ ഇന്നത്തെ വീഡിയോ ഗൈസ് സത്യക്ക ഒരു മിനിറ്റ് നീ പറഞ്ഞു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ്. അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് തെറ്റും. അപ്പോൾ ഗൈസ് ഈ വീഡിയോയുടെ എൻഡിൽ നമ്മൾ എത്തിയിട്ടുണ്ട് ഗൈസ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഈ ഒരു ശ്രദ്ധിക്കണം, ഓൾറെഡി നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. സ്റ്റേ ട്യൂൺ ഫോർ നെക്സ്റ്റ് CPM സൂപ്പർ വീഡിയോ ഗൈസ്. ബൈ ബൈ.